ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ ബെവ്കോ LDC ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ആദ്യം നേരിടേണ്ടത് പ്രിലിംസിനെയാണ്. പ്രിലിംസ് ഉള്ള കാര്യം ആദ്യം പലർക്കും അറിയുന്നതല്ലായിരുന്നു. ഇപ്പോൾ ഡേറ്റ് വന്നപ്പോഴാണ് പലരും അറിഞ്ഞത് പ്രിലിംസ് ഉണ്ട് എന്നുള്ളത്. ആദ്യം നിങ്ങൾക്ക് പ്രിലിംസ് ആണുള്ളത്. ജൂലൈയിൽ അതിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിലിംസിൻ്റെ ഡേറ്റ് വന്നപ്പോൾ പലരും നല്ല രീതിയിൽ ടെൻഷൻ ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ട് പോലുമില്ല, ഇനി തുടങ്ങി എനിക്ക് കിട്ടുമോ, ഇനി ഞാൻ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കും, സിലബസിലെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റുമോ, ഞാൻ എങ്ങനെ പ്രിലിംസ് ക്രാക്ക് ചെയ്യും, സാറേ ഇനി എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് പല മെസ്സേജുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ പല എൻക്വയറീസും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്താലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ പ്രിപ്പയർ ചെയ്യേണ്ട രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഏറ്റവും വേണ്ട കാര്യങ്ങൾ, ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത്. മുമ്പത്തെ പോലെ ഒരുപാട് സമയമെടുത്ത് സിലബസിലെ ഓരോ കാര്യങ്ങളും മാർക്ക് ചെയ്ത് കവർ ചെയ്ത് പോയി പഠിക്കാനുള്ള സമയം നിങ്ങൾക്കില്ല. ഏറ്റവും വേണ്ട കാര്യങ്ങൾ മറക്കാത്ത രീതിയിൽ, എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകണം. അപ്പോൾ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെറും 40 ദിവസത്തെ ബാച്ചാണ്. 40 ദിവസം ഏറ്റവും പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതും ഈ 40 ദിവസം ഒരുപാട് ലോഡ് പഠിക്കാൻ നിങ്ങൾക്ക് തരികയല്ല. ദിവസം നിങ്ങൾ 2 മണിക്കൂർ മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെ ക്രാക്ക് ചെയ്യാൻ നോക്കാം. പിന്നെ ഒരു കാര്യം, ഈ പ്രിലിംസ് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളത്, അതായത് മെയിൻസ് ആയിട്ടുള്ളത് കമ്പനി ബോർഡ് LGSും അതുപോലെ തന്നെ ബെവ്കോ LD ആണ്. ഇതിൽ ഈ കമ്പനി ബോർഡ് LGSന് പ്രിലിംസിന്റെ ഏകദേശം സിലബസ് തന്നെയാണ് വരുന്നത്. അതായത് ഈ പ്രിലിംസിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മെയിൻസിനും നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. പിന്നെയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ പഠിക്കണം. റാങ്ക് മേക്കിങ്ങിനായിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കണം എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രിലിംസിന് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനി ബോർഡ് LGSന്റെ മെയിൻസിനും സെറ്റ് ആവും. നമുക്കറിയാം കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത് അത്രയും ഒഴിവുകൾ ഉള്ളതാണ്. പലരും അത്രയും ആഗ്രഹിക്കുന്ന ഒരു ജോബ് കൂടെയാണ് കമ്പനി ബോർഡ് LGS. ഒരുപാട് ആളുകൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിലിംസ് ക്രാക്ക് ചെയ്യണം. ഇനി ഈ 40 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും? 10th പ്രിലിംസ് പോലുള്ള പരീക്ഷകൾക്ക് PSC എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. അത് എല്ലാ സബ്ജക്റ്റിലും ഉണ്ട്. അത് കറണ്ട് അഫയേഴ്സ് എടുത്താൽ കൂടെ കറണ്ട് അഫയേഴ്സിലും PSC ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പ്രോപ്പറായിട്ട് മനസ്സിലാക്കി പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ പറഞ്ഞു തന്നതുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചാൽ തീരില്ല. നിങ്ങൾക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റണം. അതിന് നമ്മൾ കോഡുകളും കണക്ഷനുകളും ഒക്കെ യൂസ് ചെയ്ത് ക്ലാസ്സിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചു പോകും. എങ്ങനെ ചോദ്യം വരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും. അതിനി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാലും എങ്ങനെ വന്നാലും നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ പഠിച്ചു പോയാൽ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടെ പ്രിലിംസ് സിമ്പിളായിട്ട് പോയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് വരണോ? എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തോ. ജൂൺ 1-നാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൃത്യം ജൂലൈ 10 വരെ 40 ദിവസമാണ് നമുക്ക് കോഴ്സ് ഉള്ളത്. ഈ 40 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചല്ല, അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുക, എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ട് പഠിച്ചോ എന്ന് പറയലല്ല. നിങ്ങൾ ദിവസം ഒരു 2 മണിക്കൂർ മാത്രം മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നല്ല ആസ്വദിച്ച് പഠിച്ച് തന്നെ നിങ്ങൾക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും വേണ്ട ടോപ്പിക്സ് മാത്രമാണ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. അത്രയും വേണ്ട കാര്യങ്ങളാണ്. അപ്പം മനസ്സിലാക്കി പഠിക്കുക. അതിന് നമ്മൾ കോഡുകളും കണക്ഷനുകളും ഇനി ഇതൊന്നും ഇല്ലാത്തതാണെങ്കിൽ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടായാലും നമ്മൾ ക്ലാസ്സിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകും. അല്ലാതെ നിങ്ങൾ ഈ ടോപ്പിക്കാണ് ഞാൻ പഠിക്കേണ്ടതെന്ന് അറിഞ്ഞ് ഈ ടോപ്പിക്കിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു തന്ന് ഇതിന് നിങ്ങൾ പഠിച്ചോളൂ എന്ന് പറയല്ല. ക്ലാസ്സിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി തന്നെ പഠിപ്പിച്ചു വിടും. ഓക്കെ, അപ്പോൾ പ്രിലിംസ് ഇനി ഉറപ്പാക്കണം എന്നുണ്ടെങ്കിൽ, പ്രിലിംസ് ഞാൻ എന്തായാലും നേടും എന്ന ഉറപ്പ് ഈ ഒരു മുമ്പിൽ വരുന്ന ഈ കുറച്ച് ദിവസം കൊണ്ട് മാത്രം നിങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തോ, മിസ്സാക്കരുത്. പിന്നെ ബാച്ചിന്റെ ഫീസ് പറഞ്ഞുതരാം. ശരിക്കും നമ്മുടെ ബാച്ചിൽ 999 ഫീസ്. ഓക്കെ, 999 നമ്മുടെ ബാച്ചിന്റെ ഫീസ്. പക്ഷെ ആദ്യം ജോയിൻ ചെയ്യുന്ന 100 ആളുകൾക്ക് 799 രൂപക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, 799 രൂപക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന 100 ആളുകൾക്ക്. അപ്പോൾ മിസ്സാക്കരുത്. ആദ്യം ജോയിൻ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം ജോയിൻ ചെയ്യുന്ന ആദ്യം ഈ 100 ആളുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫീസ് സ്ട്രക്ചർ മാറുന്നതാണ്. ഓക്കെ, ഫുള്ളായിട്ട് നമുക്കതിൽ പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് അതായത് ആപ്പിന്റെ കുറച്ച് വർക്കുകളൊക്കെ അവിടെ നടക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫീസിന് നമുക്ക്
നമുക്ക് ആദ്യത്തെ 100 ആളുകളെയാണ് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ, അതായത് പ്രിലിംസിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി പഠിച്ച്, അല്ലാതെ ജസ്റ്റ് ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് എത്തിച്ചു തരില്ല, ഏറ്റവും വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ക്രാക്ക് ചെയ്യുന്നുള്ളൊരു ഉറപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. 40 ദിവസത്തെ 40 days മന്ത്ര എന്ന് പറയുന്നത് നമ്മുടെ ബാച്ചിലാണ് നിങ്ങൾ അംഗമാവുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ദിവസം കഴിയുമ്പോഴും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺലോക്ക് ആയി വരും. Day 1 തൊട്ട് June 1 ആദ്യത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരും. അത് കഴിഞ്ഞ് Day 2 നിങ്ങൾക്ക് അൺലോക്ക് ആവുക. അല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത്രയും എത്തിച്ചു തന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പഠിച്ചോ എന്ന് പറയല്ല. പ്രോപ്പർ ആയിട്ടുള്ള കൃത്യം അൺലോക്ക് ആയിട്ട് ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് കൃത്യം അൺലോക്ക് ആയിട്ടാണ് പോവുക. അങ്ങനെ 40 ദിവസത്തെ കോഴ്സാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക. ജോയിൻ ചെയ്യാനും ഈ നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത്. 80 86 19 57 67. ഓക്കെ, ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അതായത് എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളത് കിട്ടും. ഞാൻ എപ്പോഴും പറയുന്നു എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. കാരണം ആദ്യത്തെ 100 ആളുകൾ ജോയിൻ ചെയ്താൽ പിന്നെ എനിക്കും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ആപ്പിന്റെ വർക്ക് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് കൊണ്ടാണ്. കാരണം ആപ്പിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് അറിയും. ആദ്യത്തെ 100 ആൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ അത്രയും റഷ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ 100 ആളുകൾ എത്രയും പെട്ടെന്ന് അതിൽ തന്നെ ഉൾപ്പെടാൻ ശ്രമിക്കുക. ഈ നമ്പറിലേക്കാണ് 80 86 നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ. 80 86 19 57 67 ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ എങ്ങനെ ജോയിൻ ചെയ്യാന്ന് കിട്ടും. എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ അംഗമായിക്കോ. എന്നിട്ട് പ്രിലിംസ് നിങ്ങൾ ഉറപ്പാക്കി വെച്ചോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു പ്രിലിംസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പ്രിലിംസിന് നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസും, അതായത് കമ്പനി ബോർഡ് LGSന്റെ മെയിൻസും നിങ്ങൾക്ക് ഓക്കെ ആവും. പിന്നെ ബെവ്കോ LD വരുമ്പോൾ കുറച്ച് അധികം എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാണ്ടാവും. അത് മെയിൻസിനാണ്. പക്ഷേ കമ്പനി ബോർഡ് LGSന് കുറച്ചുകൂടെ എക്സ്ട്രാ കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾ മെയിൻസിനും സെറ്റായി. ഓക്കെ, അപ്പൊ അത്രയും വേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതും പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോകും. ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്ക് അറിയാം. പിന്നെയും അതിനായിട്ട് നിങ്ങൾക്ക് സമയം കണ്ടെത്തേണ്ടി വരില്ല. നിങ്ങൾ മനസ്സിലായാലും റിവിഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ വരും. അപ്പോൾ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പോഴും പറയുന്നു 40 ദിവസമാണ് കൃത്യം. ഇപ്പോൾ തന്നെ അംഗമാവാൻ ശ്രമിക്കുക. ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പോകണം. ഏറ്റവും വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ അതിൽ കടന്ന് പണിയെടുക്കേണ്ട. കാരണം ഇത് കണ്ടുപിടിക്കലും പിന്നെ അത് പഠിക്കലും പിന്നെ അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യലും അങ്ങനെ ഒരു പരിപാടിയും ചെയ്യേണ്ട. നിങ്ങൾക്ക് ക്ലാസ്സും കിട്ടും, അതിന്റെ നോട്ട്സും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് എത്തും. ഇനി ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റ് നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നോട്ട്സും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. മാത്സിന് മാത്രം നോട്ട്സ് ഉണ്ടാവില്ല. അത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യമാണ്. മാത്സ് നിങ്ങൾ നോട്ട് നോക്കി വായിച്ച് പഠിക്കരുത്. മാത്സിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ നോട്ട് എഴുതണം. കാരണം പിന്നെ വർക്കൗട്ട് ചെയ്യാൻ മടിയുള്ള ആളുകളാണെങ്കിൽ കൂടെ എൻ്റെ ബാച്ചിൽ പഠിക്കുന്നവരാണെങ്കിൽ അവർ ആ ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരു വട്ടെങ്കിലും അതൊന്ന് എഴുതിയിട്ടുണ്ടാവണം. അപ്പോഴെങ്കിലും അത് മൈൻഡിലിരിക്കും. പിന്നെ മടി കാരണം നിങ്ങൾ പഠിക്കാതിരുന്നാലും അത് ഓർമ്മ വന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ മാത്സിന് മാത്രം ഞാൻ നോട്ട് തരില്ല. ബാക്കി എല്ലാത്തിൻ്റെയും നോട്ട്സ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്പർ ഒന്നുകൂടെ പറയാം. 80 86 19 57 67 ഈ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് വേഗം ജോയിൻ ചെയ്തോ. June 1 മുതൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സ്റ്റെപ്സ് കൂടെ പറഞ്ഞുതരാം. ഈ നമ്പറിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പും അതുപോലെ തന്നെ ആപ്പിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലുള്ളവർക്ക് ഒരു കോഡും അയച്ചു തരും. ആ കോഡ് അടിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ June 1 മുതൽ ക്ലാസ്സുകൾ അൺലോക്ക് ആക്കി വരും. ഓക്കെ, റെക്കോർഡ് ക്ലാസ് എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അവിടെ ക്ലാസ്സസ് ഉണ്ടാവും. ആ ക്ലാസ്സസിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ Day 1 Day 2 അങ്ങനെ നടക്കുന്നുണ്ടാവും. അതിൽ Day 1 ആയി കഴിഞ്ഞാൽ, അതായത് June 1 ആണ് Day 1. അപ്പോൾ June 1 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്ലാസ് അൺലോക്ക് ആവും. പിന്നെ അടുത്ത ദിവസത്തെ ക്ലാസ്, അതായത് അന്ന് രാത്രി 12 മണിക്ക്, അതായത് പിറ്റേ ദിവസം തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് അതും അൺലോക്ക് ആവുക. അല്ലാതെ കുറേ കാര്യങ്ങൾ എത്തിച്ചാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും തലയിൽ കയറാതാവും. പഠിക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റായി പ്രോപ്പറായി എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകും. നമ്മുടെ ക്ലാസ്സസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, അത് കോഡുകളോ കണക്ഷനുകളോ റിപ്പീറ്റ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടേ പോകും. അപ്പോൾ സമാധാനത്തിൽ ടെൻഷനൊന്നും അടിക്കാതെ ഏറ്റവും വേണ്ട കാര്യങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചെടുത്ത് സിമ്പിളായിട്ട് തന്നെ പോയി എക്സാം അറ്റൻഡ് ചെയ്ത് ഈ പ്രിലിംസ് ക്രാക്ക് ചെയ്യും എന്നൊരു ഉറപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പറയുന്നു എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിലും പക്ഷെ ജോയിൻ ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നു പെട്ടെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ് തുടക്കം മുതൽ തന്നെ കിട്ടും. പിന്നെ ഒന്ന് ആദ്യത്തെ 100 ആൾ കഴിഞ്ഞാൽ നമ്മുടെ ഓഫർ പോകും. അപ്പോൾ ഓഫർ പ്രൈസ് 799 രൂപയാണ് കേട്ടോ. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി ക്ലാസ് തന്നെയാണ് കിട്ടുക. കാരണം അത്രയും നിങ്ങളെ പഠിപ്പിച്ചെടുത്തിട്ടേ അവിടുന്ന് വിടുള്ളൂ. ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി പഠിച്ചു പോകും. അത് കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എപ്പോഴും പറയുന്നു ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, June 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ജൂൺ 1 മുതൽ ജൂലൈ 10 വരെ. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന കുറച്ച് ദിവസം, ഒരു 5-6 ദിവസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ദിവസങ്ങൾ നിങ്ങൾ റിവിഷനായിട്ട് മാത്രം മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ജൂലൈ 10 വരെ ഞാൻ ഡേറ്റ് കൊടുത്തുള്ളത്. ബാക്കി ഫുള്ള് നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങളുടെ അതായത് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് ഒരു 5-6 ദിവസം ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ വെറുതെ റിവിഷൻ ചെയ്തിരുന്നു. ഓക്കെ, മാക്സിമം കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കുക. പിന്നെ സിമ്പിളായിട്ട് പോയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾ തീർച്ചയായിട്ടും എക്സാം അറ്റൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ കോൺഫിഡൻസോടുകൂടെ പ്രിലിംസ് പോയി സിമ്പിളായി ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. നമ്പർ താഴെയും കൊടുത്തിട്ടുണ്ട്, നമ്മൾ കമന്റ് ബോക്സിലും കൊടുക്കുക. എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. പിന്നെ അതിൽ പറയുന്ന സ്റ്റെപ്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആപ്പ് തരും. ആപ്പിൽ ഇപ്പോൾ ക്ലാസ് അവൈലബിൾ അല്ല, ജൂൺ 1 മുതലാണ് അവൈലബിൾ ആവുക. നിങ്ങൾക്കൊരു കോഡും തരും. ആ കോഡ് വെച്ച് ലോഗിൻ ചെയ്താൽ മതി. അത് ബാച്ചിലുള്ളവർക്കുള്ള കോഡാണ്. അപ്പോൾ അത് വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ജോയിൻ ചെയ്യാൻ വൈകരുത്. ഓക്കെ, മറക്കരുത് എന്നല്ല, ജോയിൻ ചെയ്യാൻ വൈകരുത്. തീർച്ചയായും പ്രിലിംസ് ഇനി ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്സ് വെച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പഠിച്ച് പ്രിലിംസ് ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം. അവിടെ ഓരോ ക്ലാസ്സുകളിലും മനോഹരമാക്കി നമുക്ക് പഠിച്ചു പോകാം. സിമ്പിളായി പഠിച്ചു കേട്ടോ. ഒക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പ്രിലിംസ് ആണ്. അത് ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഒക്കെ അവിടെ കിട്ടും. അത് ഇനി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. സ്റ്റേറ്റ്മെന്റ് വന്നാലും നിങ്ങൾ സിമ്പിളായിട്ട് തന്നെ ആൻസർ ചെയ്യും. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നല്ല രീതിയിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കും. ഇനി ജോയിൻ ചെയ്യാത്തവരാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നല്ല റാങ്ക് സ്കോർ ചെയ്യുക. തീർച്ചയായിട്ടും ഈ ജോലി ഉറപ്പാക്കുക. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.